വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുവാൻ സ്വന്തം കേന്ദ്രമായി പുതിയ MCFന്റെ ഉദ്ഘാടനം നടന്നു. ഇതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു MCFന്റെ പ്രവർത്തനം. വാഴക്കുളം പഞ്ചായത്തിൽ പാഴ്വസ്തുക്കൾ ഇനി മുതൽ സ്വന്തം കേന്ദ്രത്തിൽ ശേഖരിക്കും. 22 ലക്ഷം രൂപ വിനിയോഗിച്ച പുതിയ MCF കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നാണ് പാഴ്വസ്തു ശേഖരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട നിർവഹിച്ചു. വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ജനവാസ മേഖലയാണെങ്കിലും നമ്മുടെ ഈ മാറമ്പള്ളി ടൗണിനോട് ജംഗ്ഷനോട് ചേർന്നിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്നിട്ടാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു MCF യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നമുക്കറിയാം പല പഞ്ചായത്തുകളിലെ MCF ഒക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ്. പക്ഷെ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്. യാതൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് നന്നായി MCF കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ MCFന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമായി, കുറെ കൂടി സൂക്ഷ്മതയോടുകൂടി, കുറെ കൂടി ശ്രദ്ധയോടുകൂടി നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം ഇവിടെ ഇങ്ങനെ ഇപ്പൊ സ്വാഭാവികമായും MCFന്റെ സമീപത്ത് അലക്ഷ്യമായി പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നതൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരം കടകളും സ്ഥാപനങ്ങളും റോഡും പ്രധാനപ്പെട്ട പാലും എല്ലാം ഉള്ള പഞ്ചായത്ത് ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതിനൊരു സ്വാഭാവികമായി അങ്ങനെ വലിച്ചെറിയുന്ന ചിന്ത നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി ഒരു MCFന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല സാഹചര്യം ഉണ്ടാകും. അതിന് ഉതകുന്ന നിലയിലാണ് ഇവിടെ MCF യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ ഹരിതകർമ്മ സേനയിലെ സഹോദരിമാർക്ക് അവർക്കൊരു ടെസ്റ്റ് ചെയ്യാനുള്ള റൂമുണ്ട്, ടോയ്ലറ്റ് സംവിധാനമുണ്ട്. നമുക്ക് ഈ ഒരു പരിസരം മുഴുവൻ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും. വാഹനം വന്നാൽ കയറ്റി നിർത്താനും ഇറക്കാനും തരംതിരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വലിയ ഉത്തരവാദിത്തം. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ അധ്യക്ഷത വഹിച്ചു. ഇത്രയും നാൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പാഴ്വസ്തു ശേഖരണ കേന്ദ്രമാണ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത്. ഓരോ വാർഡുകളിലും ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് തരംതിരിച്ച് സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ പാഴ്വസ്തു ശേഖരണ കേന്ദ്രം അവിഭാജ്യ ഘടകമാണെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി. വാഴക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പാഴ്വസ്തു ശേഖരണത്തിനുള്ള പുതിയ കെട്ടിടം, അതായത് MCF ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഒട്ടനവധി ബോധവൽക്കരണ പരിപാടികളും നടത്തിപ്പോരുന്നുണ്ട്. ഇവിടെ ഹരിതകർമ്മ പ്രവർത്തകർ വീടാന്തരം ചെന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇവിടെ താൽക്കാലികമായിട്ട് ഉള്ള ഒരു 18,000 രൂപ വാടകയ്ക്കുള്ള കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. നമുക്ക് ഏറ്റവും അനിവാര്യമായ കേന്ദ്രമാണ് ഈ MCF. അതുകൂടാതെ വാർഡുകളിലും ഇനി MCFകൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഒരു കെട്ടിടം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് കോൺട്രാക്ടർമാർ ഇത് എടുക്കാണ്ട് പോവുകയും അതിനുശേഷം ഈ ടൈമിലാണ് ഇതിൻ്റെ പണി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. കാരണം നമുക്ക് വേറെ സ്ഥലമില്ല. ഉള്ള സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പണിയാതിരിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. കാരണം സ്ഥലമില്ല എന്നുള്ള പേരിൽ ഇത്തരം കേന്ദ്രങ്ങൾ പണിയാതിരുന്നാൽ പഞ്ചായത്ത് എടുക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന പദ്ധതികൾ DPCക്ക് പോകുമ്പോൾ അംഗീകാരം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് MCF ഉണ്ടോ എന്നുള്ള ചോദ്യം വരും. MCF വേണം, അതുപോലെ ക്യാമറകൾ വേണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ അംഗീകാരം കിട്ടൂ എന്നുള്ള അവസ്ഥയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം പരിമിതമാണ് എങ്കിൽ പോലും ഈ കേന്ദ്രം നമുക്ക് ഇവിടെ പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെജീന ഹൈദ്രോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM അബ്ദുൾ അസീസ്, വിനീത ഷിജു, നുസ്രത്ത് ഹാരിസ്, അംഗങ്ങളായ തമ്പി കുര്യാക്കോസ്, സുധീർ മുച്ചേത്ത്, അഷറഫ് ചീരേക്കാട്ടിൽ, ഫൈസൽ മനയിൽ, ഷുക്കൂർ പാലത്തിങ്കൽ, സുഹറ കൊച്ചുണ്ണി, നൌഫി കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി ജോമൻ P. ജോൺ, CDS ചെയർപേഴ്സൺ ഷെമീന അബ്ദുൾ ഖാദർ, ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് റെജിലാത്ത് ഷാനവാസ്, ജൂനിയർ സൂപ്രണ്ട് ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ തങ്കപ്പൻ, VEOമാരായ നസീന, ഉമൈബ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.